അച്യുതനിൽ അച്യുട്ടൻ. ഹലോ വെൽക്കം ടു വിജയം. അപ്പോൾ നമ്മളിന്ന് ഒരു സർപ്രൈസ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഒരാളില്ല, അച്ചുകുട്ടൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് അവനെ അറിയാണ്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് അല്ലേ? അപ്പോൾ യെസ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചെറിയൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചെറുതായിട്ടേ ഉള്ളൂ. അപ്പോൾ അച്ചു താഴെ കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് പ്ലാൻ വീഡിയോ അല്ല, അതുകൊണ്ട് അത് എങ്ങനെ പോകുന്നുള്ളത് പറയാൻ പറ്റില്ല. നമുക്കിനി കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ വന്നിട്ടുള്ളത് കോർണിഷ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഇത് വരുന്നത് സെൻറ്റ് തോമസ് കോളേജ് റോഡിലാണ്. പി സി തോമസ് സാർ ക്ലാസിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സെലിബ്രേഷൻ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. പച്ചക്കുട്ടൻ വരുന്നുണ്ട്. അവനറിയില്ല കേട്ടോ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഇരുന്നോ പോയിട്ട് അവിടെ ഇരുന്നോ അവിടേക്കല്ല. ഇവിടെ ഇരുന്നോ, അത് വേറെ ആളുടെ ബുക്കിങ്ങാ. ഈ ചേട്ടൻ ഉണ്ടാവാറില്ല കേട്ടോ. ചേട്ടൻ ഹായ് പറയൂ. ഇതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അത് കട്ട് ചെയ്യാനുള്ള കേക്കൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അച്ചു ആകെ ഞെട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ കേക്ക് കണ്ടിട്ട്. അവൻ തീരെ വിചാരിച്ചിട്ടില്ല അവൻ്റെ ബർത്ത്ഡേ എന്നുള്ള കാര്യം അവൻ അറിയില്ല. അപ്പോൾ സൂക്ഷിച്ച് നോക്കുകയാണ് കേക്കിലേക്ക്. ഇത് ആരുടെ പിറന്നാളാണെന്ന് എല്ലാവരോടും കൂടെ ചോദിക്കുകയാണ് കേട്ടോ. കേക്ക് കണ്ടപ്പോൾ ആരുടെയാണ് ബർത്ത്ഡേ എന്നാണ് ചോദിക്കുന്നത്. അച്ചു എന്താണ് ഇഷ്ടായ കേക്ക്? ഇഷ്ടായ? അപ്പോൾ ഈ കേക്ക് ചെയ്തിട്ടുള്ളത് രേവാസ് കേക്ക് പാരഡൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജിൽ നിന്നാണ് കേട്ടോ. തൃശ്ശൂരുള്ള ഒരു ചേച്ചിയാണ് കേക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. വിശദീകരിക്കുക. എങ്ങനെയുണ്ട്? ഇഷ്ടായ? എന്താ എക്സ്പെക്ട് ചെയ്തിരുന്നേ? ആര് പറഞ്ഞിട്ടാ അറിഞ്ഞേ? ഞങ്ങളെ മുഖത്തൊന്നും വന്നിട്ടില്ല ഒന്നും. ആരുടെ? ചെറിയച്ഛൻ്റെ മുഖാണോ? അപ്പൊ മനസ്സിലായി. അപ്പൊ അതിന് അച്ഛനും അറിയില്ലല്ലോ അച്ഛൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണെന്നത്. അതല്ലെന്നാണ്. അപ്പോ നീ ഞങ്ങളെ ശ്രദ്ധിച്ചിരിക്കുന്നു. കട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ കട്ട് ചെയ്തോ. കേക്ക് എങ്ങനെ ഉണ്ടാക്കും? എങ്ങനെ ഉണ്ട്? എല്ലാവർക്കും കേക്ക് ഇഷ്ടപ്പെട്ടോ? ഞെട്ടിപ്പോയി. ഫുഡ് കഴിക്കാൻ വന്നാ. അപ്പൊ നമുക്കിനി ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് കഴിക്കാം. അമ്മയുടെ പിറന്നാളിന്റെയോ? ഹാപ്പി അല്ലേ നീ? നിന്റെ അഭിപ്രായം രേഖപ്പെടുത്തോ നിന്റെ അനിയന്റെ? കേക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കേക്ക് സൂപ്പറാണ് കേട്ടോ. ഞങ്ങൾ എല്ലാവരും കഴിച്ചു നോക്കി. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അതാണ് അവൻ്റെ അച്ഛൻ്റെ കൂടെ ആദ്യമായിട്ടാണ് കേട്ടോ. ഇതാണ് അവൻ്റെ അച്ഛൻ. എന്താണ് ഇതിന് ശങ്കർ പറയാനുള്ളത്? കുറെ പേര് ചോദിച്ചിരുന്നു കേട്ടോ അപ്പൊ എന്താണ് കാണാത്തത് ഇപ്പൊ ഇതാണ് വന്നത്. അച്ചു ഇവിടുത്തെ ഡെക്കറേഷൻ ഒക്കെ എങ്ങനെയുണ്ട്? ഇതൊക്കെ നോക്കട്ടെ, ടേബിളിലൊക്കെ ഇതിന്റെ മുകളിലേക്കൊക്കെ നോക്ക്. ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ. ആ എല്ലാം ശ്രദ്ധിക്കും.
മോള് സൂപ്പറാണോ? എനിക്ക് എന്റെ പറയാൻ പോലെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് നമ്മളിതേ ഫുഡ് ഓർഡർ ചെയ്യാനുള്ള മെനു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വെറൈറ്റീസിലുള്ള ഫുഡ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. സാധാരണ ചോറും കറികളും ഒന്നും കിട്ടില്ല. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഓരോന്ന് നോക്കിയിട്ട് നമ്മൾ ഓർഡർ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ചേട്ടനായിരുന്നോ കോൾ ചെയ്തായിരുന്നത്? പേരെന്താ? താങ്ക് യു. അപ്പോൾ ഇതാ പ്ലേറ്റ്സ് ഒക്കെ സെർവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത ഓരോരോ ഐറ്റംസ് ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഫിഷ് ആൻഡ് ചിപ്സ്, ജസ്റ്റ് ഒരു ഫ്രൈ ആയിട്ടാണ്. ഇത് ബ്ലാക്ക് ആൻഡ് ഫിഷ് എന്ന് പറയുന്ന റൈസും ഫിഷും കൂടിയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ ചിക്കനും റൈസും കൂടെ വരുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ചപ്പാത്തി നമ്മൾ ഓർഡർ ചെയ്തിരുന്നു, പനീർ ബട്ടർ മസാല ഓർഡർ ചെയ്തിരുന്നു, പിന്നെ നമ്മൾ കുറച്ച് കൂൾ ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ആപ്പിൾ ഐസ് ടീ ആണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആ ഒരു കൂളർ. പിന്നെ ഇത് വാട്ടർമെലൺ കൂളറാണത്. പിന്നെ നമ്മളൊരു ഫ്രൈഡ് ചിക്കൻ പിസ്സ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത്. അതിൻ്റെ ബില്ലാണ് ഈ കാണുന്നത്. നമ്മൾ കഴിച്ച ഫുഡെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫിഷ് ആയാലൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, നമ്മൾ പോയൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത് മാത്രമാണ് കേട്ടോ. ബൈ പറഞ്ഞോളൂ. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.